നമുക്കറിയാം, കുറച്ച് കാലങ്ങളായി മുസ്ലിം ലീഗും സമസ്തയും വലിയ പോരിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോര് മുറുകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനം കടന്നു വരുന്നത്. അങ്ങനെ ജാമിയയുടെ സമ്മേളനത്തിന്റെ പ്രോഗ്രാം ലിസ്റ്റിൽ നിന്ന് സമസ്തയുടെ പോഷക ഘടകങ്ങളിലെ ഹമീദ് ഫൈസി അമ്പലക്കടവിനെയും അതുപോലെ SKSF-ന്റെയും മറ്റും നേതാക്കന്മാരെ മാറ്റി നിർത്തിയപ്പോൾ ഈ സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം ഒന്നുകൂടി മുറുകുകയും പല പരിപാടികളിലും ലീഗിനെതിരെ പരോക്ഷമായി സമസ്തയുടെ നേതൃത്വം പ്രസംഗിക്കുകയും അതൊക്കെ ചർച്ചയാവുകയും ചെയ്ത കാര്യം നമുക്കറിയാം. ഈ തമ്മിലുള്ള പ്രശ്നം ഒന്നുകൂടി കൊഴുക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ എഴുത്തും പ്രസംഗവും ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നലെ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിന്റെ സമാപനം നടന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ വിവാദങ്ങളുടെ സമാപനവും കൂടി നടന്നിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. കാരണം 2-3 ദിവസമായി വിവാദങ്ങൾ തന്നെയാണ്. കാര്യങ്ങൾ കഴിവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. സമ്മേളന നഗരിയിൽ ജിഫ്രി തങ്ങളുടെ പ്രസംഗത്തിന്റെ ആ ശകലം എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് കേൾക്കാം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും നിലക്കുള്ളതായ വിള്ളലോ പൊള്ളലോ ഏൽപ്പിക്കുന്നതായ പ്രവർത്തനം നിങ്ങൾ ആരെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എല്ലാവരെയും ഉണർത്തുക. ഇത് നേതൃത്വം നൽകുന്നവർ അതിൻ്റെ അർഹത ഇല്ലെങ്കിൽ അത് അർഹതായവരെ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുവരിക. അത്രേ പറയാം. അല്ലാത്ത ഞാൻ ഇപ്പം അതിൻ്റെ പ്രസിഡന്റാണ്, എന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് എന്നെ ഒഴിവാക്കാം, അതേ പറയട്ടെ. മറ്റൊരു ആളുകളെ കൊടുന്നുകൊണ്ട് ആ സ്ഥാപനത്തിനെ ഈ സംഘടനയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നമ്മളേക്കൊന്നും വല്ല പോരായ്മയില്ല. ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് ഒരു വിഭാഗം സമസ്ത നേതാക്കളെ ഒഴിവാക്കിയത് നേരത്തെ വിവാദമായിരുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ചില തർക്കങ്ങൾക്കിടെ, അഭിപ്രായ ഭിന്നതയ്ക്കിടെ സമസ്തയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയാനും താൻ തയ്യാറാണ് എന്ന സൂചന നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം, അത് സൂചിപ്പിക്കുന്ന എന്താണ്? അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള വേദിയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം, കുഞ്ഞാലിക്കുട്ടിയുമൊക്കെയുള്ള വേദിയിൽ. അപ്പൊ അതാണ്, നിങ്ങൾ സമൂഹത്തിൽ സമസ്തയിൽ ഈ സംഘടനയിൽ വിള്ളൽ സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലെന്ന ജിഫ്രി തങ്ങളുടെ ഈ പ്രസ്താവനയോടുകൂടി സംഘടനക്കുള്ളിൽ, സമസ്തക്കുള്ളിൽ ലീഗുമായോ മറ്റോ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതായിരുന്നു, പറഞ്ഞു തരുന്നതായിരുന്നു ഈ പ്രസംഗം. നമുക്കറിയാം, ഏറെക്കാലമായി സമസ്തയും ലീഗും തമ്മിൽ വലിയ ബന്ധത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ നാടുകളിലൊക്കെയും എവിടെ നോക്കിയാലും സമസ്തയുടെ പ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഒരു 80% സമമാണ് എന്ന് നമുക്ക് കാണാം. അപ്പൊ അത്തരത്തിൽ എല്ലാ രീതിയിലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഈ സമസ്ത പ്രവർത്തകരും. അപ്പൊ അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗും സമസ്തയും ഇങ്ങനെ ഉടയുന്നത്, വാക്കുതർക്കം വരുന്നത്. മുമ്പ് കാലങ്ങളിലൊക്കെ സമസ്തയ്ക്ക് വേണ്ടി എന്ത് രാഷ്ട്രീയപരമായി എന്ത് വിഷയങ്ങൾ വേണ്ട സമയത്തും മുസ്ലിം ലീഗിനെ ബന്ധപ്പെടുകയും മുസ്ലിം ലീഗിനോട് പറഞ്ഞ് മുസ്ലിം ലീഗ് അത് നടത്തിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ 2 വിഭാഗം സമസ്തയുണ്ട്. സമസ്ത AP വിഭാഗവും സമസ്ത EK വിഭാഗവും. എന്നാൽ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സുന്നികൾ അവരവർക്ക് വേണ്ട സംഗതികൾ അവർ നേരിട്ട് ആരെയാണോ ബന്ധപ്പെടേണ്ടത്, CPM-ഓ LDF-ഓ ആരിവിടെ ഭരിക്കുമ്പോഴും UDF-ഓ LDF-ഓ ആര് ഭരിക്കുമ്പോഴും നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് അവർ നേരിട്ട് നേടുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. എന്നാൽ ഈ EK വിഭാഗം സമസ്ത എപ്പോഴും എല്ലാ വിഷയത്തിനും ആരുടെ ഭരണത്തിലുണ്ടായാലും മുസ്ലിം ലീഗിനെ ബന്ധപ്പെടുകയും അവരെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു കാലങ്ങളായി ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്കറിയാം, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നതിന് ശേഷം അതിന് തികച്ചും ഒരു മാറ്റം ഉണ്ടാവുകയായിരുന്നു. ജിഫ്രി തങ്ങൾ കാന്തപുരം ശൈലിയിൽ തന്നെ സമസ്തക്ക് ഒരു പ്രത്യേക മുഖമുണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സമസ്തയ്ക്ക് ഒറ്റക്ക് നിൽക്കാൻ കഴിവുള്ള ഒരു സംഘടനയായി സമസ്തയെ വളർത്തണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പറ്റി നിൽക്കുന്ന ഒരു സംഘടനയായി സമസ്ത ഇങ്ങനെ പോകുമ്പോൾ അതിൽ നിന്ന് മാറ്റമുണ്ടാക്കി സമസ്തയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാക്കുവാൻ വേണ്ടി ജിഫ്രി തങ്ങൾ പ്രയത്നിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത്തരം പ്രയത്നങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ ജിഫ്രി തങ്ങൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഈ പട്ടിക്കാട് സമ്മേളനത്തിൽ നിന്ന് സമസ്തയുടെ നേതാക്കളെ ഒഴിവാക്കിയത് പോലും
മുസ്ലിം ലീഗിന് ഇഷ്ടപ്പെടാത്തത് ഈ രീതിയിൽ പണ്ഡിതന്മാർ മതം പറഞ്ഞതുകൊണ്ടും പണ്ഡിതന്മാർ മതത്തിന്റെ നിയമങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ടുമൊക്കെയാണെന്ന് നമുക്കറിയാം. അവരെ പരിഗണിച്ചുകൊണ്ട് മാത്രം മതം പറയുവാനും മതത്തിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനും പണ്ഡിതന്മാർ മുതിരണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ശാഠ്യമെന്ന് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പം പ്രശ്നങ്ങൾ ഇങ്ങനെ വളരെ വിശാലമായി കൊണ്ടിരിക്കുമ്പോൾ അത് ജിഫ്രി തങ്ങൾക്ക് തുറന്നു പറയേണ്ടി വന്നു. എന്ത്, നിങ്ങൾ ആരും തന്നെ ഇവിടെ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുവാൻ പാടില്ല, ഒരു വിഷയവും നിങ്ങളെ കൊണ്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്കറിയാം, ഈ അടുത്ത് നടന്ന വിഷയങ്ങൾ ഒന്നോ രണ്ടോ വിഷയങ്ങളല്ല. സമസ്തയിൽ ഈ ലീഗിന്റെ നേതൃത്വ പദവിയിലുണ്ടായ മാറ്റങ്ങൾക്ക് ശേഷം സമസ്ത ഓൾറെഡി രണ്ടായി കഴിഞ്ഞു എന്ന് നമുക്ക് ഒരു രീതിയിൽ വേണമെങ്കിൽ പറയാം. കാരണം CIC വിഷയത്തിൽ ഈ വാഫി അസോസിയേഷനും മറ്റും ഈ വാഫികൾക്കിടയിൽ ഒരുപാട് സമസ്തയെ അതിയായി സ്നേഹിക്കുന്ന സമസ്തയിലെ പ്രവർത്തകർ, SYSന്റെയും SKSSFന്റെയും പ്രവർത്തകർ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വാഫികൾക്ക് സമസ്തയുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ CIC വിഷയത്തിൽ അവർ വേർതിരിക്കപ്പെട്ടു. എത്രയോ മാർഗങ്ങൾ ഈ നടുവിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിന് അതിനെ അനുനയിപ്പിക്കാൻ എത്രയോ മാർഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും സ്വീകരിക്കാതെ രണ്ടായി വിഭജിച്ചുകൊണ്ട് സമസ്ത മുശാവറ എടുത്ത തീരുമാനത്തിനെതിരായി പോലും മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോഴും CICയുമായി ബന്ധപ്പെടുകയും സമസ്തയെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അങ്ങനെ സമസ്തയിലെ അതിയായി സ്നേഹിക്കുന്ന വാഫികൾ രണ്ടായി സമസ്തയിൽ നിന്ന് വേറിട്ടു പോകുകയും അതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് നമ്മുടെ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്ന് സമസ്തയിലെ ഒരു വിഭാഗം പണ്ഡിതന്മാരെ വീണ്ടും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേകതരം മുന്നേറ്റം മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് സമസ്തയെ വല്ലാതെ ചൊടിപ്പിച്ചു. കാരണം നമുക്കറിയാം, എക്കാലവും നമ്മൾ ആരും പറഞ്ഞു വരുന്ന ഒരു സംഗതിയാണ് പട്ടിക്കാട് ജാമിയ നൂരിയ സമസ്തയുടെ കീഴിലുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോളേജാണെന്നത്. ഒരുപക്ഷെ ജാമിയ തന്നെയാണ് സമസ്ത എന്ന് പറയേണ്ടി വരും. ജാമിയയെ പോലെ വലിപ്പമുള്ള ഒരു കോളേജ് സമസ്തയ്ക്ക് ഈക്ക സമസ്തയുടെ കീഴിലില്ല. ഒരുപക്ഷെ കാന്തപുരം വിഭാഗത്തിന്റെ കീഴിൽ AP സമസ്തയുടെ കീഴിൽ വിപ്ലവകരമായ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളും ഈ അടുത്ത കാലത്തായ ഒരുപാട് കോളേജുകളൊക്കെയും ഒരുപാട് കോളേജുകൾ അവർക്കുണ്ടെങ്കിലും എണ്ണപ്പെടാൻ പറ്റുന്ന രീതിയിൽ ജനങ്ങൾ അറിയുന്ന ഒരു വലിയ കോളേജ് ഈക്ക സമസ്തയിലുള്ളത് അത് പട്ടിക്കാട് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ സംഘടനയുടെ ഒരു വലിയ മുതൽക്കൂട്ടായി എണ്ണപ്പെടുന്ന ജാമിയയും തങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്ന് അറിയുന്ന ഒരു രംഗം, അങ്ങനെ സംഭവിക്കുന്ന ഒരു രംഗം, അത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമുക്കറിയാം, ജാമിയയുടെ പ്രോഗ്രാം ലിസ്റ്റിൽ നിന്ന് സമസ്തയുടെ കോളേജാണെന്ന് പറയുന്ന പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രോഗ്രാം ലിസ്റ്റിൽ നിന്ന് സമസ്തയുടെ നേതാക്കന്മാരെ മാറ്റി നിർത്തപ്പെട്ട ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്നത്. തങ്ങളുടെ കോളേജ് എന്ന് പറയുന്ന, തങ്ങളുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന, തങ്ങൾ പഠിച്ചിറങ്ങിയ കോളേജിൽ തങ്ങൾക്ക് മുൻകാലങ്ങളിൽ കിട്ടുന്നത് പോലെയുള്ള അവസരങ്ങളില്ല. തങ്ങൾക്കൊന്നും തീരുമാനിക്കപ്പെടാൻ പറ്റാത്ത എല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനം ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുമ്പോൾ സമസ്ത അതിൽ വല്ലാതെ വിഷമിക്കുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണം, ഞാൻ വേണമെങ്കിൽ മാറാം, നിങ്ങൾ ഈ പ്രശ്നമുണ്ടാക്കുന്ന നേതൃത്വത്തെ മാറ്റണമെന്ന് പണ്ഡിതന്മാരെയും ജനങ്ങളെയും മുന്നിലേക്ക് ജിഫ്രി തങ്ങൾക്ക് പറയേണ്ടി വന്നത്. ഞാൻ തന്നെ മാറണമെങ്കിൽ മാറാമെന്നാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. അപ്പോ ഈ ജാമിയയിൽ ഒതുങ്ങുന്നതല്ല ഈ പ്രശ്നം. നമുക്കറിയാം, മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ മഹല്ല് ഭാരവാഹികളുടെ കൂട്ടായ്മ വിളിച്ചിരിക്കുകയാണ്. ഏത് തരം മഹല്ല്? മുസ്ലിം ലീഗിനെ പാണക്കാട് തങ്ങന്മാരെ അനുസരിക്കുന്ന മഹല്ലുകളുടെ നേതൃപദവിയിൽ നിൽക്കുന്നവരുടെ ഒരു പ്രത്യേക മീറ്റിംഗ്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഈ EK വിഭാഗവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈക്ക സമസ്തയും മുസ്ലിം ലീഗും ഏകദേശം ഒരേ അണികളുള്ള ഒരു പ്രസ്ഥാനമാണെന്നിരിക്കെ ഈ ദീനീ പ്രവർത്തനങ്ങൾ, പള്ളികളുടെ ഏകോപനവും പ്രവർത്തനവും ഒക്കെ പഴയ കാലങ്ങളിലൊക്കെ നടക്കൽ സമസ്തയുടെ കീഴിലാണെങ്കിൽ
അതും കൂടി ഈ സമസ്തയും ലീഗും പോരുമുറുകുമ്പോൾ ലീഗിൻ്റെ കാര്യകർത്തത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെയും സമസ്തയെ ചൊടിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ലീഗിലെ അതേ അണികൾ ഈ സമസ്തയിലുണ്ടായിരിക്കെ, സമസ്തയുടെ കീഴിൽ ഈ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ മഹല്ല് കൂട്ടായ്മകൾ എന്തിനാണ് ഈ ലീഗ്, പ്രത്യേകിച്ച് ലീഗിനെ അനുസരിക്കുന്ന, ലീഗിനെ കാളിയായി പാണക്കാട് തങ്ങന്മാരെ കാളിയായി സ്വീകരിക്കുന്ന അവരുടെ മഹല്ല് കൂട്ടായ്മ ഒരു യോഗം പ്രത്യേകിച്ച് വിളിക്കുന്നത്? അതാണ് സമസ്തയെ വീണ്ടും പിളർത്തുവാൻ. 89 ഒരു പ്രാവശ്യം സമസ്ത നിർഭാഗ്യവശാൽ പിളർന്നതുപോലെ സമസ്തയെ ഒന്നുകൂടി പിളർത്താനുള്ള ഒരു ശ്രമം ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ എന്ന് സംശയം. ഒരുപക്ഷെ നേതൃപദവിയിൽ വന്നതുകൊണ്ട് കൂടിയാവാം ജിഫ്രി തങ്ങൾക്ക് ഇത്തരത്തിൽ പ്രസംഗിക്കേണ്ടി വന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുകയാണ്. സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ പാണക്കാട് കുടുംബാംഗങ്ങൾ ഖാസിമാരായി മഹല്ല് ഭാരവാഹികളുടെ ഏകോപനത്തിന് ശ്രമം തുടങ്ങി. മഹല്ല് ഭാരവാഹികളുടെയും ഖത്തീബുമാരുടെയും സംഗമം വിളിച്ചു ചേർക്കാനായി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി കമ്മിറ്റിക്കും രൂപം നൽകി. സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കുള്ള തിരിച്ചടിയായിട്ടാണ് പുതിയ നീക്കം വ്യാഖ്യാനിക്കപ്പെടുന്നത്. പാണക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിൽ നിന്നും സമസ്തയിലെ ലീഗ് വിരുദ്ധരായ യുവ നേതാക്കളെ ഒഴിവാക്കിയതോടെ ലീഗും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിലുള്ള പോര് പാരമ്യത്തിലാണ്. ഇതിനിടയിലാണ് പാണക്കാട് കുടുംബാംഗങ്ങൾ മുഖ്യഖാസിമാരായ പള്ളികളിലെ മഹല്ല് ഭാരവാഹികളുടെയും ഖത്തീബുമാരുടെയും സംഗമം അടുത്ത മാസം 17-ന് കോഴിക്കോട് വിളിച്ചു ചേർത്തിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകൾക്ക് പുറമെ നീലഗിരിയിലെയും മഹല്ല് ഭാരവാഹികളെ സംഗമത്തിൽ പങ്കെടുപ്പിക്കും. പാണക്കാട് ഓഫീസ് സ്ഥാപിച്ച് പഠന ഗവേഷണ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സമിതികൾ രൂപീകരിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള പദ്ധതികളും ഇതിനോടൊപ്പമുണ്ട്. അപ്പൊ അതാണ് മഹല്ല് കാളിമാരുടെ ഏകോപനവും യോഗത്തോടും അനുബന്ധിച്ച് പാണക്കാട് ഒരു ഓഫീസ് തുറന്നുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പോലും നടത്തുവാൻ ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് വരുന്നു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ കീഴിലായിരുന്നു ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ദീനിൻ്റെ വിദ്യാഭ്യാസ മേഖലകളൊക്കെ നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും മഹല്ലുകളുടെ കീഴിൽ ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനവുമൊക്കെ ഓഫീസ് ഇട്ടുകൊണ്ട് സ്ഥാപിക്കുവാനും തുടങ്ങുവാനും പോകുകയാണ്. ഇതൊരു പക്ഷേ വലിയ വിജയം കാണുകയും സമസ്തക്കതൊരു വലിയ വെല്ലുവിളിയാകുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം നമുക്കറിയാം AP വിഭാഗം സമസ്തയിലെ പള്ളികളുടെയും മറ്റുമൊക്കെ നേതൃത്വം ഒരു രാഷ്ട്രീയക്കാരൻ്റെയും കഴികളിലില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയക്കാരനോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പള്ളികളുടെ നേതൃപദവിയിൽ അവർ കൊണ്ടു നിർത്തുന്നില്ല. നമുക്കറിയാം അവരുടെ സ്ഥാപനങ്ങളുടെയൊക്കെ നേതൃത്വം അവരുടെ സംഘടനകൾക്ക് മാത്രമാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ പോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ സെക്രട്ടറിയും പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആവുന്ന ഒരു രംഗം അവിടെയില്ല. ഈ ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് സമസ്തക്ക് ദീന് പറയുവാൻ രാഷ്ട്രീയക്കാരെ ഭയപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സമസ്തയുടെ സ്ഥാപനങ്ങൾ പോകുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന് അതേ കാന്തപുരം AP ബക്കർ മുസ്ലിയാർ സമസ്തയിൽ വന്ന കാലത്ത് രാഷ്ട്രീയക്കാരും ദീനും തമ്മിൽ സമസ്തയും തമ്മിൽ ഒന്നായി പോകുവാൻ പറ്റില്ല, ഇത് രണ്ടും രണ്ടാണെന്ന് അന്ന് തുറന്നു പറയുകയും നിർഭാഗ്യവശാൽ 89-ൽ രണ്ടായി പിളരുകയും ചെയ്തത്. ഇവിടെ ഒരുപക്ഷെ നമുക്കറിയാം സമസ്തയുടെ കീഴിലുള്ള പഴയ പള്ളികൾ ഒഴിച്ച് ഇനി പുതിയ പള്ളികൾ പിളരുന്നതിന് ശേഷം ഉണ്ടാക്കിയ പള്ളികൾ തന്നെ ഏതെങ്കിലും സമസ്തയുടെ പണ്ഡിതന്മാരും അവരുടെ പ്രവർത്തകരും തന്നെ ഇവിടെ ഒരു പള്ളി വേണമെന്നും സ്ഥാപനം വേണമെന്നും തീരുമാനിച്ച് യോഗം ചേർന്ന് കെട്ടിപ്പടുക്കിയതാണെങ്കിൽ തന്നെ അതൊരു പള്ളിയായും സ്ഥാപനമായും ഉയർന്നു വരുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അതിൽ കയറിക്കൂടുകയും അതിൻ്റെ നേതൃപദവിയിലേക്ക് വന്ന് സെക്രട്ടറി സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും അലങ്കരിക്കാൻ എത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുന്ന ഈ യോഗം വളരെ വിജയകരമാവുവാൻ തന്നെയാണ് സാധ്യത. കാരണം ഏകദേശ സമസ്തയുടെ സ്ഥാപനത്തിൻ്റെ നേതൃപദവിയിലും രാഷ്ട്രീയക്കാരാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈയൊരൊറ്റ വിഷയമാണ് ഈ സമസ്തകൾ ഇരുവിഭാഗമായി പോകുവാൻ ഒരുപക്ഷെ കാരണമായതെന്ന് ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. അന്ന് കാന്തപുരം ഉസ്താദ് ഭയപ്പെട്ടത് ഇന്നിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു
എന്ന് വേണം പറയാൻ. ഏതായാലും നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക കാലാവസ്ഥയിൽ മുസ്ലിമീങ്ങൾക്കിടയിലും സുന്നികൾക്കിടയിലും ഒക്കെ ഇങ്ങനെ വിള്ളൽ സൃഷ്ടിച്ചു പോകുന്നത്, ഒരു അന്തരമുണ്ടാകി പോകുന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണെന്നും ഈ എല്ലാ രീതിയിലും നമുക്കറിയാം, എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ ഈ 89-ൽ തന്നെ പിളർന്നുപോയ സമസ്ത APEK വിഭാഗം തന്നെ എങ്ങനെയെങ്കിലും ഐക്യത്തിലും യോജിപ്പിലുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഉള്ള സംഘടനകൾക്കും ഉള്ള സമുദായ പാർട്ടികൾക്കും ഇടയിൽ തന്നെ ഇത്തരത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാവുകയും വീണ്ടും പിളരുവാനോ ഒക്കെ സാധ്യതകൾ മുന്നിൽ കാണുമ്പോഴൊക്കെ വളരെ വിഷമം തോന്നുകയാണ്. സമുദായങ്ങൾ തമ്മിൽ വളരെ നല്ല ഐക്യത്തിലും യോജിപ്പിലും തന്നെ പോകുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട ചോദിക്കുന്നു. ഞാൻ റൌഫ് വെള്ളിയോട്. നമുക്ക് വീണ്ടും കാണാം.